അങ്ങനെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJP ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഉൾപ്പെടെയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരുന്ന സുദർശൻ റെഡ്ഡി ആയിരുന്നു പ്രതിപക്ഷം നിർത്തിയിരുന്നത്. പക്ഷെ ഇവിടെ പ്രതിപക്ഷത്തിന് വലിയ അവകാശവാദങ്ങളായിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടുമുമ്പ് വരെ അവർ പ്രചരിപ്പിച്ചിരുന്നു. കാരണം ഒന്ന്, പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ BJPയെ സഹായിച്ചിരുന്ന, അല്ലെങ്കിൽ BJP വിരുദ്ധ പക്ഷത്താണെങ്കിൽ പോലും പലപ്പോഴും BJPയെ സഹായിച്ചിരുന്ന ഒഡീഷയിലെ ബിജു ജനതാദൾ, അവർ BJPക്കെതിരെ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല, തങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കും എന്നാണ് അവർ പറഞ്ഞത്. കാരണം തങ്ങളൊരു ഇക്യു ഡിസ്റ്റൻസ്, രണ്ടുപേരോടും സമദൂര സിദ്ധാന്തം എന്നുള്ളൊരു നിലപാടാണ് തങ്ങൾ വെച്ച് പുലർത്തുന്നത് എന്നാണ് BJD പറഞ്ഞത്. BRS ആണെങ്കിൽ അവരുടെ സംസ്ഥാനത്തെ കൃഷിക്കാരുടെ യൂറിയ, വളത്തിന്റെയൊക്കെ ഇഷ്യൂ ആണ് അവർ ഏറ്റെടുത്തിരുന്നത്. പഞ്ചാബിലും അതേപോലെ തന്നെയായിരുന്നു. കാർഷിക പ്രശ്നങ്ങളും വെള്ളപ്പൊക്കവുമാണ് അവർ ഏറ്റെടുത്തിരുന്നത്. ഈ മൂന്ന് പാർട്ടികളും നിഷ്പക്ഷത പാലിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആം ആദ്മി പാർട്ടി, ഇപ്പം അവർ ഇന്ത്യ മുന്നണിയിലില്ല, പക്ഷെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ തന്നെ 315 പേർ തങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ആ കണക്കിന് നോക്കുന്ന സമയത്ത് BJP സഖ്യ സ്ഥാനാർത്ഥിക്ക് 439 വോട്ട് വരെ കിട്ടാമെന്ന കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. കാരണം YSR കോൺഗ്രസിന്റെ 11 വോട്ടുകൾ കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു കണക്കൂട്ടൽ. അതായത് 427, 428 സീറ്റാണ് BJP നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അത് പരമാവധി 439 വരെ എത്താം, YSR കോൺഗ്രസിന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ എന്നുള്ളതായിരുന്നു കണക്കൂട്ടൽ. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത് 315 വോട്ട് തങ്ങൾക്ക് ഉറപ്പാണ് എന്നായിരുന്നു. പക്ഷെ ഇപ്പോ വോട്ടെണ്ണൽ വന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 300 വോട്ട് മാത്രമാണ് കിട്ടിയത്. ഭരണകക്ഷി CP രാധാകൃഷ്ണന് കിട്ടിയിരിക്കുന്നത് 452 വോട്ടും. അതായത് 15 വോട്ട് നിർബന്ധമായും ആരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്? 15 വോട്ട് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കുറെ വോട്ടുകൾ അസാധുവായിട്ടുണ്ട്. ആ അസാധുവായത് മുഴുവൻ പ്രതിപക്ഷത്താണ് എന്ന് കണക്കുകൂട്ടിയാൽ പോലും പ്രതിപക്ഷത്തിന് വോട്ടുകൾ കുറവാണ് എന്നുള്ളതാണ് വ്യക്തം. അപ്പം പ്രതിപക്ഷം ഒന്നുകിൽ പ്രതിപക്ഷത്ത് ഭിന്നതയുണ്ടായി അല്ലെങ്കിൽ വിള്ളലുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ നേരത്തെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നൽകിയ ഒരു പ്രാധാന്യം അത് കഴിഞ്ഞ ദിവസം ഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് വരെ കാണിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ടുകൾ കുറയുന്നു. ആ സമയത്ത് ചാനലുകളൊന്നും തന്നെ ഒന്നും മിണ്ടിയില്ല. അതേ സമയത്ത് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ 1 വോട്ട് കൂടുകയാണെങ്കിൽ ഭരണകക്ഷിയിൽ വിള്ളൽ എന്നൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രചരണം അവർ നടത്തിയേനെ, ചർച്ചകൾ നടത്തിയേനെ. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും ഒരു ചാനലും പോയില്ല, പത്രങ്ങളിലും തന്നെ അങ്ങനെ ഒരു വിശകലനം വന്നിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ, ഇപ്പൊ ബീഹാറിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പർവ്വതീകരിച്ച് കാണിച്ചിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ ആളുകൾക്ക് നൽകിയ സൂചന അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയ സൂചനക്കനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിച്ചിരുന്നത് ഇത് BJPക്ക് ശക്തമായ തിരിച്ചടി നേരിടാൻ പോവുകയാണ്. ഈവൻ TDPയും JDUവും പോലും BJPയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ല. ഇപ്പൊ തന്നെ BJPയെ പലപ്പോഴും സഹായിച്ചിരുന്ന BJD മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ YSR കോൺഗ്രസ് പൂർണ്ണമായിട്ടും അവർ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ പോലും അവർ BJPയെ പിന്തുണച്ചു. JDU അതിശക്തമായിട്ട് അവരുടെ കൂടെ നിന്നു, TDP നിന്നു. പക്ഷെ മറുഭാഗത്ത് പ്രതിപക്ഷത്തിന് ഭിന്നിപ്പുണ്ടായി എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രതിപക്ഷത്തിലെ ഭിന്നിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷം ശിഥിലീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷത്തിന് ഏറ്റവും അധികം ആശ്വാസം ഉണ്ടായിരുന്നത് 2023 കർണാടകയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച സമയത്താണ്. ഇതിനെ തുടർന്ന് പല തരത്തിലുള്ള പ്രതിപക്ഷ നേതാക്കളുടെ കോൺക്ലേവുകൾ നടന്നിരുന്നു. അത് പറ്റ്നയിൽ നടന്നിരുന്നു, ബാംഗ്ലൂരിൽ നടന്നിരുന്നു, മുംബൈയിൽ നടന്നിരുന്നു.
പിന്നീട് അവർ അതിന് ഇന്ത്യ മുന്നണി എന്ന പേര് വരെ കൊടുത്തു. അപ്പം 2024 തെരഞ്ഞെടുപ്പിൽ BJP-യെ അധികാരത്തിൽ കെട്ടുകെട്ടിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് മമതാ ബാനർജിയെ എതിർക്കുന്ന CPM, അതേപോലെ തന്നെ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ഡൽഹിയിലൊക്കെ അന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷവും UDF-ഉം LDF-ഉം പരസ്പരം മത്സരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അത് 2023 ജൂലൈയിലാണെങ്കിലും ഓഗസ്റ്റിലാണെങ്കിലും ജൂണിലൊക്കെ തന്നെ അവരുടെ മീറ്റിങ്ങുകളൊക്കെ കാര്യമായിട്ട് നടന്നിരുന്നു. അന്ന് അവരുടെ മുന്നണിയിലെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് നിതീഷ് കുമാർ. അപ്പൊ അവരുടെ അന്നത്തെ ലക്ഷ്യം 2024 തെരഞ്ഞെടുപ്പിൽ BJP-യെ അധികാരത്തിന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അന്ന് നിതീഷ് കുമാർ ആദ്യം തന്നെ പോയി. പിന്നീട് ഡൽഹിയിൽ പരസ്പരം മത്സരിക്കുമെങ്കിലും ഈ ഒരു സ്പിരിറ്റിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യകക്ഷികളാണ്. 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റിൽ കോൺഗ്രസുമാണ് ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടി ഇപ്പോൾ ദേശീയ മുന്നണി വിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വിട്ടിരിക്കുകയാണ്. മമതാ ബാനർജി ആണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ ഉൾപ്പെടുത്താൻ അവർ തയ്യാറായില്ല. വേണമെങ്കിൽ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സഹകരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു? CPM-ആയിട്ട് മത്സരിച്ചു. മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ശിഥിലീകരണം വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതൃത്വ നിരയിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാൻ പലരും തയ്യാറാവുന്നില്ല. ഇപ്പൊ ബീഹാറിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റ് മാത്രമാണ് കിട്ടിയത്. അതേസമയത്ത് കുറച്ച് സീറ്റിൽ മത്സരിച്ച CPI-ML പാർട്ടി 10-15 സീറ്റ് നേടി വളരെ ശക്തി തെളിയിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ RJD-ക്കും നല്ല സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടി അവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ശക്തനാവുന്നു എന്ന് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാൻ ഇന്ത്യയിലെ പല പ്രതിപക്ഷ പാർട്ടികളും തയ്യാറാവുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ്. ഇപ്പം അത് നമുക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സീറ്റ് വിഭജന ചർച്ചയിൽ അത് മനസ്സിലാവും. കാരണം പുതിയ മുന്നണിയിലെ പാർട്ടികൾക്ക് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കണം, 15 സീറ്റ് വിട്ടുകൊടുക്കണം എന്ന ആവശ്യം ബീഹാറിൽ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിലേഷ് യാദവിന്റെയും സ്ഥിതി അത് തന്നെയാണ്. ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പോടുകൂടി 15 വോട്ടാണ്, അതായത് തങ്ങൾക്ക് നിശ്ചയമായും കിട്ടുമെന്ന് അവസാന നിമിഷം വരെ ജയറാം രമേശിനെ പോലുള്ള നേതാക്കൾ അവസാന നിമിഷം വരെ പ്രഖ്യാപിച്ച 15 വോട്ടുകളാണ്. 15 MP-മാരുടെ വോട്ടുകൾ. അത് രാജ്യസഭ MP ആയിരിക്കാം, അല്ലെങ്കിൽ ലോക്സഭ MP ആയിരിക്കാം, അല്ലെങ്കിൽ 15 പാർട്ടിയുടെ വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരായ 15 MP-മാരുടെ വോട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്കുള്ള വിശ്വാസക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിനെ ദുർബലപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പോടെ എന്ന് പ്രഖ്യാപിച്ചിരുന്ന പ്രതിപക്ഷത്തിനേറ്റ ഒരു തിരിച്ചടിയാണ് CP രാധാകൃഷ്ണന്റെ വിജയം എന്നുള്ളതാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം.